എല്ലാ ഷാലോം ടി വി പ്രേക്ഷകർക്കും സർഗോത്സവത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SFS പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് ഏറ്റുമാനൂർ അവതരിപ്പിക്കുന്ന പരിപാടികൾ തുടരുന്നു. സ്കൂളിലെ തന്നെ അധ്യാപികയായ ശ്രീമതി ശാലിനി നല്ലൊരു ഗായികയുമാണ്. ഇനി നമുക്ക് ടീച്ചറിൻ്റെ ഒരു പാട്ട് കേൾക്കാം. വാഴ്ത്തുന്നു രക്ഷകാ നിന്റെ നാമം, നീ എന്റെ പ്രാർത്ഥന കേട്ടു, നീ എന്റെ മാനസം കണ്ടു, ഹൃദയത്തിനൾ താരയിൽ വന്നിൻ ആഴലിൻ കൂരിരുൾ മാറ്റി, ഹൃദയത്തിനൾ താരയിൽ വന്നിൻ ആഴലിൻ കൂരിരുൾ മാറ്റി, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു.
അടുത്തു നിൽപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോൻ അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. സ്വരൂപിയായി ദൈവത്തിൽ വിശ്വസിക്കുകയും അരൂപിയായി ദൈവത്തെ തിരിച്ചറിയാതെ പോവുകയും ചെയ്യുന്ന ജനത ദൈവത്തെ സ്വന്തം അളവുകൾ കൊണ്ട് അളക്കുന്നു. കൺമുമ്പിൽ പല പ്രാവശ്യം ഓരോ രൂപത്തിൽ അവതരിച്ചിട്ടും ദൈവത്തെ തിരിച്ചറിയാതെ പോകുന്ന തിമിര ബാധിതരോടുള്ള മുന്നറിയിപ്പാണ് അടുത്ത നാടകം. വന്ദനം. ഞാൻ മാർട്ടിൻ, ഒരു ചെരുപ്പുകുത്തി, ഒരു സാധാരണ ചെരുപ്പുകുത്തി. എന്നാൽ ഞാൻ ഭാഗ്യവാനാണ്. എന്തെന്നാൽ ഞാൻ ദൈവത്തെ കണ്ടവനാകുന്നു. എനിക്ക് ജന്മം തന്നത് ആരെന്നറിയണ്ടേ? ടോൾസ്റ്റോയ്. മറന്നു കാണും. അദ്ദേഹത്തെ പോലുള്ള വലിയ താടിക്കാരെയൊക്കെ നിങ്ങൾ മറന്നു കാണും. ഊശാന്താടിയാണല്ലോ ഇപ്പോഴത്തെ ഫാഷൻ. ടോൾസ്റ്റോയിയുടെ ഒരു നീതിസാര കഥയിലെ കഥാപാത്രമാണ് ഞാൻ. നീതിസാര കഥകളിലും കമ്പമുണ്ടാവില്ല. ഉവ്വോ, നീതിയും സാരവുമില്ലാത്ത കഥകളിലാണല്ലോ ഇപ്പോൾ താൽപ്പര്യം. അതിൻ്റെയൊക്കെ വിപത്ത് കാണാനുമുണ്ട്. അത് പോട്ടെ. ചിതലരിച്ച ഏടുകളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് ഹിമഭൂമികൾ താണ്ടി കൈബറും ബോലനും കടന്ന് വിന്ധ്യനും സഹ്യനുമിറങ്ങി ഈ കേരള നാട്ടിൽ ഞാൻ എന്തിനു വന്നു എന്നല്ലേ? ഇവിടം സസ്യശ്യാമള കോമളമായതുകൊണ്ടാണോ? അതിന് ഇവിടെ എവിടെ സസ്യശ്യാമള കോമളിമ? ഇതിലും സുന്ദരമാണ് എൻ്റെ ഹിമഭൂമികൾ പോലും. അതൊന്നുമല്ല എന്നെ ഇങ്ങോട്ടാനയിച്ചത്. ക്രിസ്തുദേവനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അബദ്ധധാരണകൾ നിലനിൽക്കുന്നത് ഇവിടെയാണ്. ഇതു പറഞ്ഞതിന് എന്നെ പിടിച്ച് ക്രൂശിച്ചേ കരുതി. ഞാൻ പാവം, വെറും ഒരു ചെരുപ്പ് കുത്തി. ക്രിസ്തുദേവനെ നേരിട്ട് കണ്ടതല്ലേ, ആ അനുഭവം നേരിട്ടു തന്നെ പറയാമെന്നു കരുതി. എന്നും വെച്ച് ഉറക്കം നടിക്കുന്നവരെ ഉണർത്താമെന്ന വ്യാമോഹമൊന്നും എനിക്കില്ല കേട്ടോ. ആദ്യമായി ഞാൻ എൻ്റെ എത്രയും പ്രിയപ്പെട്ട ഈ കുരിശ് ഇവിടെ നാട്ടട്ടെ. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ അനുഭവം നിങ്ങളുമായി പങ്കിടട്ടെ. കാർപ്പോ, എടാ കാർപ്പോ, കാർപ്പോവേ. എന്താശാനെ? ഒലക്ക. എന്തിനാശാനെ ഒലക്ക? നിന്നെ ഇടിക്കാൻ, ഇടിച്ച് സൂപ്പാക്കാൻ. അതിനാശാന് ഞാനൊരു 1-ാം തരം സൂപ്പ് തിളപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ആർക്ക് വേണമെടാ നിന്റെ സൂപ്പ്? മുഴുവനും നീ കുടിച്ചോ, ബാക്കിയുണ്ടെങ്കിൽ അതിൽ മുങ്ങിക്കുളിച്ചോ. ആശാൻ പിന്നെ ഇന്നെന്താ കഴിക്കുന്നേ? ഞാൻ ഇന്ന് നടാശയുടെ വീട്ടിൽ നിന്നും അത്താഴം കഴിച്ചുവെന്ന് നിന്നോട് പറഞ്ഞതല്ലേ? ആശാൻ അതെന്നോട് പറഞ്ഞില്ല. എന്നാൽ ഞാൻ കഴിച്ചു. നടാശയുടെ മകളുടെ മാമോദീസയ. നല്ല കാളക്കുട്ടന്റെ ഇറച്ചിയായിരുന്നു. നല്ല പോലെ തിന്നു. കുറച്ച് വോഡ്കയും കുടിച്ചു. തലയ്ക്കൊരു കനം. ഉടനെ ഉറങ്ങണം. പ്രാർത്ഥിക്കാതെയോ? പ്രാർത്ഥിക്കാതെ ഞാൻ കിടന്നുറങ്ങുവോടാ. ഞാൻ ആരാ? ചെരുപ്പ് കുത്തി. വെറും ചെരുപ്പ് കുത്തിയോ? ഓ, ഒരു വയസ്സൻ ചെരുപ്പ് കുത്തി. എടാ, എന്നെ കുറിച്ച് മെത്രാനച്ചൻ പള്ളിയിൽ എന്താ പറഞ്ഞത്? ആശാനെ പോലൊരു ദൈവഭക്തൻ ഈ പ്രദേശത്തെങ്ങും ഇല്ലെന്ന്. വേറൊന്നും പറഞ്ഞില്ലേ? ഓ, ആശാനുടൻ എന്തോ ദിവ്യദർശനം ഉണ്ടാവുമെന്നൊക്കെ. പോപ്പ് തിരുമേനി നേരിട്ട് അനുഗ്രഹിച്ച മെത്രാനച്ചനാ ഇത് പറഞ്ഞത്. എല്ലാവരും എന്നെ കണ്ട് പഠിക്കണമെന്ന്. കർത്താവിനോടുള്ള ഭക്തി കൊണ്ട് സ്വന്തം കുടുംബത്തെ പോലും ഉപേക്ഷിച്ചവനെന്ന്. അതെ ആശാനെ,
ഈ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മനസ്സിനെ സ്നേഹിക്കാനാവില്ല, അല്ലേ? അതെന്താടാ കാർപ്പോവേ നീ അങ്ങനെ പറഞ്ഞത്? അത് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് ആശാനാശന്റെ കുടുംബത്തെ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞു. ഉപേക്ഷിക്കുമെടാ, നിന്നെയും ഉപേക്ഷിക്കും. ദൈവഭക്തിക്ക് തടസ്സം നിന്നാൽ ആരെയും ഉപേക്ഷിക്കും. നീ എന്നോട് തർക്കിക്കുകയാണോ? അയ്യോ അല്ലേ. പോടാ, പോയി പറഞ്ഞ പണി ചെയ്യ്. എന്ത് പണി? നിന്നെ ഞാൻ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചത്? പറഞ്ഞില്ല. എടാ, പോയി മെഴുകുതിരി കൊളുത്ത്. ഉടനെ പ്രാർത്ഥിക്കണം. ഹ്. ഞാൻ കിടക്കുകയാ. നീയും വല്ലതും കഴിച്ച് എവിടെയെങ്കിലും ചൂരുണ്ടോ? ഞാൻ ഭക്ഷണം കഴിച്ചതാ. എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ പോവാ. എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ എന്നോ? എപ്പോഴും എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന രൂപമല്ലേ നാഥ. സ്വപ്നത്തിലെങ്കിലും എനിക്ക് ദർശനം ലഭിച്ചുവല്ലോ. എന്തിനാണ് എന്നെ കാണാൻ ആഗ്രഹിച്ചത്? എന്നെപ്പോലുള്ള പരമഭക്തന്മാർക്ക് അങ്ങയുടെ ദർശനം ലഭിക്കുന്നതിലും വലിയ സായുജ്യം വേറെ ഇല്ലല്ലോ. താങ്കൾ എന്റെ പരമഭക്തനാണ് അല്ലേ? മെത്രാനച്ചൻ പറഞ്ഞു, ഈ ഗ്രാമം മുഴുവൻ പറയുന്നു. അങ്ങനെ താങ്കളെക്കുറിച്ച് മാത്രം പറയുവാൻ കാരണം? ഞാൻ നിത്യേന 2 നേരം പ്രാർത്ഥിക്കുന്നു. കുരിശ് വരയ്ക്കാതെ ഒരു കർമ്മവും ചെയ്യാറില്ല. ഞായറാഴ്ച തോറും പള്ളിയിൽ പോകും, കുമ്പസാരിക്കും, കുർബാന കൈക്കൊള്ളും. പരമഭക്തന്റെ ലക്ഷണം ഇതാണ് അല്ലേ? ഇതുമാത്രമല്ല, അന്നന്നത്തെ അപ്പത്തിനുള്ള വക നീക്കി ബാക്കി മുഴുവനും ഞാൻ പള്ളിയിൽ നേർച്ച അർപ്പിക്കുന്നു. മറ്റുള്ളവരാരും ഇത് ചെയ്യാറില്ലേ? ഇല്ലില്ല. പണം കുന്നുകൂട്ടി വെക്കാനാണ് എല്ലാവർക്കും മോഹം. അപ്പത്തിനുള്ള വക ഇല്ലാതെ വന്നാലും ഞാൻ നേർച്ച മുടക്കാറില്ല. മെത്രാനച്ചൻ അതുകൊണ്ടാണോ പ്രശംസിച്ചത്? അതുമാത്രമല്ല പ്രഭു, സദാസമയവും അങ്ങയെ ആരാധിച്ച് കഴിയുവാനുള്ള മോഹം കൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ പോലും അടിച്ചിറക്കി. പരമഭക്തൻ തന്നെ. താങ്കളോടുള്ള സ്നേഹം മൂലം ഞാൻ നാളെ താങ്കളുടെ അതിഥിയായി ഇവിടെ വരും. നാഥ, ഇത് സത്യമാണോ? സത്യം. എന്റെ നാഥൻ, ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. അയ്യോ, എന്റെ നാഥൻ ഇവിടെ വരുന്നു എന്നെ കാണാനായി. ദൈവമേ, ഇത് സത്യമാണ്. ഞാൻ സ്വപ്നത്തിൽ കണ്ട്. നാഥ, എത്രയും ഭാഗ്യവാനാണ് ഞാൻ. അങ്ങയെ നേരിട്ട് കാണുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചുവല്ലോ. ദൈവമേ, അങ്ങിവിടെ വരുന്നു. കാർപ്പോവേ, എടാ കാർപ്പോവേ, എന്റെ മോഹം സാധിച്ചടാ. എന്നെ പോലെ ഭാഗ്യവാൻ ഈ ലോകത്തിലില്ല. ആശാൻ ഇത് എന്നെ പറയുന്നേ? കർത്താവ് എന്ന് ഇവിടെ വരുന്നടാ. കാർപ്പോവേ, എടാ കാർപ്പോവേ, എനിക്ക് ദിവ്യദർശനം ഉണ്ടാകുമെന്ന് പറഞ്ഞത് ഫലിച്ചടാ. എടാ, ഞാൻ ഭാഗ്യവാനാടാ. ആശാൻ എന്താ ഭ്രാന്തി പിടിച്ചോ? കർത്താവ് ഇവിടെ എഴുന്നള്ളാനോ? സ്വപ്നത്തിൽ എഴുന്നള്ളി അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞതാ. കാളയിറച്ചി ധാരാളം കഴിച്ചതല്ലേ? ദനക്കേട് കൊണ്ട് തോന്നിയതായിരിക്കും.
ഇതങ്ങനെയൊന്നും അല്ലടാ. അല്ലെങ്കിലും ശുദ്ധ മരക്കരുതിയായ നിന്നോട് ഞാനല്ലാതെ വേറെ ആരെങ്കിലും വിശദീകരിക്കുവാൻ നിൽക്കുവോ? അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ പോയി ചെയ്യ്. ആശാനെ, ഈ ദർശനം എനിക്ക് ലഭിക്കൂ? ഞാൻ ആശാനെ പോലെ അത്ര വലിയ ഭക്തനൊന്നും അല്ലല്ലോ. അതൊരു ചോദ്യം തന്നെയാണല്ലോടാ. എന്നെ പോലെ നീയും കർത്താവിനെ കാണാനോ? അല്ലെങ്കിലും അതിലെന്താ പൊരുത്തക്കേടുള്ളത്? രാവും പകലും നീയല്ലേ മരക്കഴുതേ എന്നെ ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ട് എന്റെ പുണ്യത്തിൽ ഒരു പങ്ക് നിനക്കുള്ളതല്ലേ? നിനക്കും ദർശനം കിട്ടും. ഉടനെ അദ്ദേഹത്തെ സ്വീകരിക്കുവാനുള്ള ഒരുക്കങ്ങൾ ചെയ്യണം. എന്തൊക്കെയാണ് ആശാനെ വേണ്ടത്? അതും നിനക്കറിയില്ലേടാ. എന്തായിരുന്നു? ആ, കാല് കഴുകാൻ പനിനീര്, കുടിക്കാൻ മുന്തിരിച്ചാറ്, കഴിക്കാൻ മധുര പലഹാരങ്ങൾ. ഇതിനൊക്കെ കാശ്? ഇവൻ പറയുന്നത് എന്താണെന്ന് ഇവന് പോലും അറിയില്ല. കർത്താവിന് കൊടുക്കാനുള്ള സാധനങ്ങൾക്ക് കാശോ? ഇവിടെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിയാൽ മതി. എടാ എടാ, ഇങ്ങ് വാ. കർത്താവ് എഴുന്നള്ളുന്ന വിവരം ആരോടും പറയണ്ട. സാധനങ്ങളെല്ലാം കടമായിട്ട് വാങ്ങിയാൽ മതി. അല്ലെങ്കിൽ കണ്ടവന്മാരെല്ലാം ഇങ്ങോട്ട് വരും. എടാ കാർപ്പോവേ, തോരണവും വാങ്ങണം, വീടലങ്കരിക്കേണ്ടേ? സാധനങ്ങൾ മുഴുവൻ കിട്ടിയോ? കിട്ടി. തോരണങ്ങൾ എവിടെ? ദാണ്ടെ. ബാ, നമുക്ക് വീടലങ്കരിക്കാം. മധുരപലഹാരവും വീഞ്ഞും കിട്ടിയല്ലോ അല്ലേ? പിന്നെ ദാഹിച്ച് തൊണ്ട വരളുന്നു, അല്പം വെള്ളം തരണേ. അശ്രീകരം കേറി വന്നിരിക്കുന്നത് കണ്ടില്ലേ? നല്ലൊരു ദിവസമായിട്ട്. ഞാനിപ്പോൾ ചത്തുപോകും. ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ഒരിറക്ക് വെള്ളമെങ്കിലും എനിക്ക് തരണേ. ഒരു തുള്ളി വെള്ളം ഇന്നിവിടെ നിന്ന് കിട്ടുമെന്ന് നീ വിചാരിക്കേണ്ട. ഇവിടെ ഇന്ന് ആരാ വരുന്നതെന്ന് നിനക്കറിയുമോ? ഞാൻ ആരാണെന്നറിയുമോ? പോ, പോകാനാ പറഞ്ഞത്. പോ. ആശാനെ, അവനൽപ്പം വെള്ളം കൊടുക്കാമായിരുന്നു. എടാ ബുദ്ധി കെട്ടവനെ, കണ്ട തെണ്ടികളെ സ്വീകരിക്കാനല്ല, ദൈവത്തെ സ്വീകരിക്കാനാ നമ്മൾ ഒരുങ്ങുന്നത്. അതെ ആശാനെ, പുലർന്നിട്ട് നേരം കുറെ ആയല്ലോ, കർത്താവിനെ കാണുന്നില്ലല്ലോ. ഇന്നെപ്പോഴെങ്കിലും വരുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. വന്നാൽ ഉടനെ പനിനീര് കൊണ്ട് കാലു കഴുകണം. ഞാൻ ഭംഗിയായി കഴുകുന്നുണ്ട്. നീയോ? കർത്താവിനെ തൊടാനുള്ള എന്തർഹതയാടാ നിനക്കുള്ളത്? കാലു കഴുകുന്നതും മറ്റ് സൽക്കാര പരിപാടികളും എല്ലാം ഞാൻ തന്നെ ചെയ്യും. നീ ഏതെങ്കിലും മൂലയ്ക്ക് പോയി ഇരുന്നോണം. ചെന്നിടങ്ങളിൽ നിന്നെല്ലാം എന്നെ ആട്ടിയിറക്കുന്നു. ഞാനിവിടെ അല്പമൊന്നിരുന്ന് വിശ്രമിക്കട്ടെ. ഒരടി പോലും നടക്കാൻ വയ്യ. വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും തരാമോ? ഇതേതാ പുതിയ ഇറക്കുമതി? ഇവിടെയെങ്ങും കണ്ടിട്ടില്ലല്ലോ. എന്താ കാര്യം? എവിടുന്നാ? ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാ. നാട്ടുകാരനാണെങ്കിൽ ഞാൻ അറിയാതിരിക്കില്ലല്ലോ. ആ, നീ അലക്സാണ്ടറിന്റെ മൂത്ത മകനല്ലേ? നിനക്ക് എയ്ഡ്സ് ആണെന്നാണല്ലോ നാട്ടുകാർ പറയുന്നത്. ആയ കാലത്ത് കർത്താവിനെ വന്ന് കണ്ടമാനം ജീവിച്ചതിന്റെ ഫലം. ഏതായാലും ഇവിടെ നിനക്ക് സ്ഥാനമില്ല, കടന്നു പോ. ദയവായി എന്നെ ആട്ടിയിറക്കരുത്. ദൈവമേ, ഈ ലോകത്തിൽ എനിക്ക് ഒരഭയവുമില്ല. ചെന്നിടങ്ങളിൽ നിന്നെല്ലാം എന്നെ ആട്ടിയിറക്കുന്നു. നിന്നെയൊക്കെ ആട്ടിയല്ല ഇറക്കേണ്ടത്, അടിച്ചാ ഇറക്കേണ്ടത്. പോവില്ലെങ്കിൽ പിന്നെ എവിടെയാ വടി? പോടാ. എടാ പോകാൻ. പാവം, അല്പം ആഹാരമെങ്കിലും കൊടുക്കാമായിരുന്നു. മരമണ്ട, നിനക്കാ തല്ലു കിട്ടേണ്ടത്. അദ്ദേഹം വരുമ്പോൾ എയ്ഡ്സ് രോഗിയും ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കാം. ഇനി ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണം?
എന്താ ഭ്രാന്താണോ? ഭ്രാന്തില്ല. ഭ്രാന്ത് വന്നെങ്കിൽ എന്നാശിക്കുന്നു. ഭാര്യയും മക്കളും സുഹൃത്തുക്കളുമൊക്കെ എന്നെ ഉപേക്ഷിച്ചു. പണമുണ്ടായിരുന്നപ്പോൾ അവരെല്ലാം എന്നെ സ്നേഹിച്ചു, ആദരിച്ചു. വ്യാപാരം തുലഞ്ഞ് നിർധനനായപ്പോൾ അവർ മുഖം തിരിക്കുന്നു. കേട്ടവർ പരിഹസിച്ച് ചിരിച്ചതല്ലാതെ ഒരാശ്വാസവചനം ഇതുവരെ കേട്ടില്ല. ഹേ നല്ലവനായ മനുഷ്യ, ഞാൻ താങ്കളുമായി അല്പനേരം സംസാരിച്ചിവിടെ ഇരിക്കട്ടെ. സല്ലപിച്ചിരിക്കാൻ വന്ന സമയം ഉടനെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാണ് നല്ലത്. കഴിഞ്ഞ ജന്മത്തിലെ പാപങ്ങൾ അനുഭവിച്ചു തീർക്കുന്ന താങ്കൾക്ക് കർത്താവിന്റെ മുമ്പിൽ സ്ഥാനമില്ല. ഇറങ്ങൂ, ഇറങ്ങിപ്പോകാൻ. ഞാൻ പോയിക്കോളാം. ഇനിയും അപമാനം താങ്ങാനുള്ള ശക്തി എനിക്കില്ല. എല്ലാവരാണ് നിന്ദിക്കപ്പെട്ട ആ മനുഷ്യനെ അല്പനേരം ഇവിടെ ഇരിക്കാൻ അനുവദിക്കണമായിരുന്നു. പാവം മനുഷ്യൻ. പാവം മനുഷ്യനോ? പാപിയായ മനുഷ്യനെന്ന് പറയടാ. അവൻ ഇന്ന് അനുഭവിച്ചു തീർക്കുന്നത് കഴിഞ്ഞ ജന്മത്തിലെ പാപങ്ങളാ. അവനെ കർത്താവിന്റെ കൂടെ ഇരുത്തി പൂജിക്കാം. അല്ല ആശാനെ, കർത്താവിനെ കാണുന്നില്ലല്ലോ. നേരെ ഉച്ച കഴിഞ്ഞു. ശരിയാണ്, ഇനിയും അദ്ദേഹം വന്നില്ലല്ലോ. വരാതിരിക്കില്ല, ഇപ്പോഴെത്തും. രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ. എന്താ, എന്തു പറ്റി? നിങ്ങൾ ആരാ? എവിടെ നിന്നാ ഓടി വരുന്നത്? അന്ത്രയോസ് എന്നാണ് എന്റെ പേര്. മിഖായേൽ മുതലാളിയുടെ ബംഗ്ലാവിലെ ജോലിക്കാരനാണ് ഞാൻ. ദേഹത്തെല്ലാം പരിക്കുണ്ടല്ലോ, എന്താ പറ്റിയത്? ജോലിക്ക് വരാൻ വൈകിയതിന് മുതലാളി എന്നെ വല്ലാതെ ഉപദ്രവിച്ചു. എന്നിട്ട് ജോലിയിൽ നിന്ന് എന്നെ പുറത്താക്കുകയും ചെയ്തു. അല്പസമയം ഞാനിവിടെ വിശ്രമിച്ചോട്ടെ. ഇതാ ഇപ്പോ രസകരമായത്. എനിക്കിതിനൊന്നും സമയമില്ല. നിങ്ങൾ ഒരു നല്ല മനുഷ്യനല്ലേ? സന്ധ്യയാകുമ്പോൾ ഞാൻ പോയിക്കൊള്ളാം. എത്രയും പെട്ടെന്ന് നീ ഇവിടെ നിന്ന് സ്ഥലം വിടുന്നതാണ് നിനക്ക് നല്ലത്. ദയവേത് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുത്. പോടാ, പോകാൻ. പാവം, അയാൾ ഇവിടെ ഇരിക്കാൻ അനുവദിക്കണമായിരുന്നു. ദൈവദോഷി, കർത്താവ് ഇവിടെ വരാതിരിക്കുന്നത് നീ ഉള്ളതുകൊണ്ടാ. നേരം സന്ധ്യയായല്ലോ, അദ്ദേഹം എന്താ വരാത്തത്? രാത്രിയിലും വരാമല്ലോ. പകൽ തന്നെ വരുമെന്ന് പറഞ്ഞതായിരുന്നല്ലോ. ദിവസം മുഴുവൻ കർത്താവിനെ കാത്തിരുന്ന് ഞാൻ ക്ഷീണിച്ച് ഞാൻ കിടക്കുകയാണ് ആശാനെ. അദ്ദേഹം ഇനി വരില്ല അല്ലേ കർപ്പവും? കഷ്ടം. കർത്താവിനെ കണ്ടിട്ട് മരിക്കണമെന്ന ഒറ്റ ആഗ്രഹമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എന്റെ കർത്താവേ, അങ്ങ് എന്നോട് ഇത്ര നിർദയനായി പെരുമാറിയല്ലോ. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് അങ്ങയോട് ചെയ്തവനല്ല ഞാൻ. ഇന്നലെ 4 തവണ ഞാൻ നിന്റെ അടുക്കൽ വന്നു. നുണ, ശുദ്ധ നുണ. അല്ല, സത്യം. ദാഹാർത്തനായി ഞാൻ വന്ന് വെള്ളം ചോദിച്ചു, നീ തന്നില്ല. രോഗിയായി വന്ന് ശുശ്രൂഷ ആവശ്യപ്പെട്ടു, നീ നൽകിയില്ല. നിന്ദിതനായി വന്ന് ആശ്വാസം അഭ്യർത്ഥിച്ചു, നീ തിരസ്കരിച്ചു. പീഡിതനായി വന്ന് വിശ്രമിക്കാൻ ഇടം ചോദിച്ചു, നീ നിരസിച്ചു. അപ്പോൾ അവരെല്ലാം ഞാൻ തന്നെയായിരുന്നു. എന്റെ വചനങ്ങൾ ഒന്നുകൂടി ഓർത്തു നോക്കൂ വയോധിക. നിന്ദിതർക്കും പീഡിതർക്കും വേണ്ടി ചെയ്യാത്തതൊന്നും എനിക്ക് വേണ്ടി ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? വചനങ്ങളുടെ പൊരുൾ മനസ്സിലാക്കി പ്രവർത്തിക്കൂ, എങ്കിൽ ഞാൻ എന്നും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും.
കർത്താവേ, എന്താ ഷാനെ? ഇന്നലെ 4 തവണ കർത്താവ് ഇവിടെ വന്നു, ഞാൻ ഇറക്കി വിട്ടു. ഓ, അവരോ? ശരിയാണ്, കർത്താവിന്റെ തിരുമുറിവുകൾ അവരിലെല്ലാം കണ്ട പോലെ തോന്നി. പ്രാർത്ഥനയിലും പണം കൊടുക്കലിലുമല്ലടാ ഭക്തി, സഹജീവികളോടുള്ള കാരുണ്യമാണ്. ഈ സന്ദേശം ലോകത്തോട് പറയാൻ നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ ആ താടിക്കാരന്റെ ചിതലരിച്ച പഴയ താളുകളിലേക്ക് മടങ്ങിപ്പോകട്ടെ. ദുഃഖിതരെ പീഡിതരെ